എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന രീതിയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിലാണ്. സാധാരണ നമ്മളിപ്പോൾ വറുത്ത അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ടാണ് അട ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇത് നമ്മൾ അരി അരച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. ഈ അടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ വഴിപാട് കഴിക്കുമ്പോൾ അട കിട്ടുന്നത് കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ആ അടയുടെ ഒരു ടേസ്റ്റ്. ആ ഒരു രുചിയാണ് ഈ അടയ്ക്ക്. സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അടയുടെ ടേസ്റ്റ് അല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ശർക്കരയും തേങ്ങയും എല്ലാം വിളയിച്ചെടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അട കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഞാനിപ്പോൾ നെയ്യ് ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ ഇത് പച്ചരിയിലും ചെയ്യാം, അതുപോലെ തന്നെ ഉണക്കലരിയിലും ചെയ്യാം. പച്ചരിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഉണക്കലരിയുടെ ആ ഒരു കുത്തു പോലെയുള്ള ഡിസൈനും ആ ഒരു ടേസ്റ്റും വരില്ല. നിങ്ങൾക്ക് ഉണക്കലരി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഉണക്കലരിയിൽ തന്നെ ഉറപ്പായിട്ടും ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഇപ്പോൾ പച്ചരിയെ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പച്ചരിയിൽ തന്നെ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരി അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോരുത്. അതുപോലെ തന്നെ നമ്മൾ ശർക്കരയും തേങ്ങയും വിളയിച്ചെടുക്കുമ്പോൾ അതിലും വെള്ളം കൂടിപ്പോയാൽ ശർക്കര പാനി കൂടിപ്പോരുത്. ഇത് 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മധുരമുള്ള അട വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അട ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ അട ഉണ്ടാക്കി കഴിക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ അത് ഒരു സാധാരണ നമ്മൾ അരിപ്പൊടിയുടെ അട ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ടേസ്റ്റ് അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ മനസ്സിലാവുന്ന ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇലയടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇത് ഉണക്കലരി, അതായത് നമ്മൾ പായസത്തിന് ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, അത് നുറുക്കിയതാവാം നുറുക്കാത്തതാവാം, ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നുറുക്കിയ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ സാധാരണ പച്ചരി ആണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു ഉണക്കലരി കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അടയ്ക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരവിയത്, ശർക്കര, ഏലക്ക. അപ്പോൾ ഇത് അരി നമ്മൾ പൊടിച്ചല്ല എടുക്കുന്നത്, അരി അരച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും അട ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി അരച്ചെടുക്കാം. അതിനുശേഷം ശർക്കരയും തേങ്ങയും എല്ലാം വിളയിച്ചെടുക്കാം. അപ്പോൾ അരി അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലയിൽ അത് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ അരയ്ക്കുകയായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം അരഞ്ഞു കിട്ടാൻ. അപ്പോൾ ഞാനിത് വെള്ളം പോകാൻ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, വെള്ളം ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടേ ഉള്ളൂ. ഇത്രയും വിധമാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ അരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ തരിയില്ല ഇതിൽ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാനിപ്പോൾ 5 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഈ അരി കംപ്ലീറ്റ് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ അരി മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരി അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ ഇനി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യേണ്ട. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് അരി അരച്ചെടുത്തത്. അതായത് നമ്മൾ 1/2 കിലോ അരിയാണ് ഇത് എടുത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് അരി. അപ്പോൾ എപ്പോഴെങ്കിലും കുറച്ചായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെയോ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് കൂടി പോരുത്. 1/2 കിലോ അരിക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ്, പല പ്രാവശ്യമായിട്ട് അരച്ചെടുത്തതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര പാനി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് ഞാനിപ്പോൾ ശർക്കര ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചീവി എടുത്തു. കത്തി ഉപയോഗിച്ചൊന്ന് ചീവി എടുത്തിട്ട് ഒരു ചെറിയ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഈ അട ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളം ചേർത്ത് ശർക്കര ഉരുക്കിയെടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അരച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിൽ അധികം നനവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ചൊഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക. ഉരുക്കി 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം തേങ്ങ ചേർക്കാം. ഇതിലിപ്പോൾ മണ്ണോ തരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിന് ശേഷം മാത്രം തേങ്ങ ചേർക്കുക. അതുപോലെ തന്നെ ഏലക്കയും പൊടിച്ച് വയ്ക്കുക.
ഇപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയെടുത്ത അതേ ഉരുളി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ അരിച്ചെടുത്തിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാൻ പോവാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യത്യാസം വരുത്താം കേട്ടോ തേങ്ങയുടെ അളവ്. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു തേങ്ങയുടെ ഒരു മുറി. അപ്പോൾ നമ്മൾ തേങ്ങയുടെ അളവ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന തേങ്ങയുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കപ്പളവ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഈ ഉള്ള ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഇതിൽ ഞങ്ങളിവിടെ ഏലക്ക മാത്രമേ ചേർക്കുള്ളൂ, ജീരകം ചേർക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും ഞാൻ സ്വീറ്റ്സ് ഇതുപോലെ ചെയ്യുമ്പോൾ കമൻസ് വരാറുണ്ട്, ജീരകം ചേർത്താലല്ലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളത്. പക്ഷെ ആ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇല്ലാത്തതാണ് എനിക്കിഷ്ടം. എനിക്കെന്നല്ല, ഇവിടെ എല്ലാവർക്കും ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇല്ലാതെ തന്നെയാണ് താല്പര്യം. പണ്ട് മുതലേ ജീരകം ചേർക്കാറില്ല, ഏലക്ക മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശർക്കരപ്പാനി വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ഏലക്ക ചതച്ച് ചേർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ പൊടിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴയില വാട്ടിയിട്ടാണ് ഈ അട ഉണ്ടാക്കുക. സാധാരണ അട ഉണ്ടാക്കുമ്പോൾ വാഴയില വാട്ടിയെടുക്കാറില്ല. പക്ഷേ ഈ ഒരു അട ഉണ്ടാക്കുമ്പോൾ വാഴയില വാട്ടിയെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി കുഴച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നതെങ്കിൽ സാധാരണ പോലെ ഇലയിൽ വെച്ചിട്ട് മടക്കിയാലും പൊട്ടിപ്പോവില്ല. ഇത് ഇലയിൽ വെച്ചിട്ട് മടക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വാഴയില വാട്ടിയെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി വറ്റി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർക്കാം. ഞാനിപ്പോൾ ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് ആ സീഡ്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ട് ആ പൊടി അരിച്ച് ചേർക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ശർക്കരപ്പാനി കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി, ഇല്ലെങ്കിൽ നമുക്കിത് അടയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അട പരത്തി തുടങ്ങാം. ഈ സമയത്ത് തന്നെ ഇഡ്ഡലി പാത്രത്തിലാണ് നിങ്ങൾ അട ഉണ്ടാക്കുന്നതെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വയ്ക്കുക, ഇല്ല കുക്കറിലാണെങ്കിൽ കുക്കറിൽ വെള്ളം വയ്ക്കുക. അപ്പോൾ നമുക്ക് പരത്തുന്നത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിനി അട പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ വാട്ടിയ ഇല കീറി എടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കൈ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മുടെ അരച്ച മാവുണ്ടല്ലോ അതെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് പരത്താം. പക്ഷെ നമുക്ക് എളുപ്പം വരുന്നത് കൈ ഉപയോഗിച്ച് പരത്തുമ്പോഴായിരിക്കും. കയ്യിലൊട്ടി തുടങ്ങുമ്പോൾ വീണ്ടും നമ്മളൊന്ന് വെള്ളത്തിൽ വിരലുകളൊന്ന് ഡിപ്പ് ചെയ്യുക. സാധാരണ നമ്മൾ അട പരത്തിയെടുക്കുന്നത് പോലെ. അപ്പോൾ ഇതിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ സെയിം ഇതുപോലെ തന്നെയാണ് നമ്മൾ പൊടി ചൂടുവെള്ളത്തിൽ, അതായത് തിളച്ച വെള്ളത്തിൽ വറുത്തരിപ്പൊടി കുഴച്ചിട്ട് അട ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇത് എത്രത്തോളം തിന്നായിട്ട് വേണം അല്ലെങ്കിൽ തിക്കായിട്ട് വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ മിക്സ് വെച്ച് കൊടുക്കുക. ഇനി നമ്മളത് സാധാരണ ഇല മടക്കുന്നത് പോലെ മടക്കുക. സൈഡ് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടി നമ്മുടെ ശർക്കര മിക്സ് പുറത്തേക്ക് വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ സൈഡ്സും കവറായിരിക്കണം. അപ്പോൾ ഇതുപോലെ ഒരു അട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള അടയും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ അട മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അടയുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് വെച്ച് കുക്ക് ചെയ്താലേ കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ. നമ്മൾ മേളിൽ അടുക്കി വയ്ക്കുകയാണെങ്കിൽ അട കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അട കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇതുപോലെ 2 സൈഡിലേക്ക് വയ്ക്കും ആവി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കും.
അങ്ങോട്ട് വയ്ക്കുക, അതുപോലെ തന്നെ തിരിച്ചു വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് ആവി വരും. ഒരെണ്ണം ഇതുപോലെ വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ 5 അടയാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് അരമണിക്കൂർ കുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അരി കുക്കാവാത്ത പച്ചരിയാണ്, അതൊന്ന് കുക്കായി വരണം. അതുകൊണ്ടാണ് അരമണിക്കൂർ എന്ന് പറയുന്നത്. മീഡിയം ഫ്ലെയിമിൽ അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അട കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ചും കൂടി കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അട ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ ഇത്രയും വയ്ക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് കുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ വറുത്ത അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അടയേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് ഈ അടയ്ക്ക്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ശർക്കരയും തേങ്ങയും ചേർന്ന ഫില്ലിങ് ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിന്നായിട്ട് അട പരത്തിയെടുത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തിക്കായിട്ടാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഇല വിടർത്തി എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ കാണില്ല. പക്ഷെ തിന്നായിട്ട് പരത്തുമ്പോഴാണ് ഈ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത്. തിന്നായിട്ട് പരത്താൻ പറ്റുമെങ്കിൽ തിന്നായിട്ട് പരത്തിയെടുക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് പരത്തിയെടുക്കുക. നല്ല ചൂട്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. കൈ നല്ല ചൂടാണ്, കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഈ 2 സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അധികം തിക്നെസ് ഇല്ല. അപ്പോൾ ഈ ഒരു അട നിങ്ങൾ ഉണക്കലരി കിട്ടുകയാണെങ്കിൽ ഉണക്കലരിയിൽ തന്നെ ഉണ്ടാക്കൂ, ഇല്ലെങ്കിൽ പച്ചരി ആയാലും കുഴപ്പമില്ല, ഉണക്കലരിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.